കൂട്ടുകാരെ, ഇന്ന് ഞാൻ കടുമാങ്ങ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാമേ. അപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കടുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ടെടുക്കാവേ. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഒക്കെ ഇട്ട് കൊടുക്കാവേ. എരിവ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാമേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ അധികം എണ്ണ ഒഴിച്ചിട്ടില്ലേ. ഒത്തിരി നാളിരിക്കുകയാണെങ്കിൽ കുറേ അധികം എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ വെളി വയ്ക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജ് വെക്കാനാണെങ്കിൽ അങ്ങനെ നമ്മൾ കൂടുതൽ എണ്ണയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായപ്പൊടിയും കൂടി. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അതിന് ശേഷം ഞാൻ കുറച്ച് മാങ്ങ ഇന്നലെ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ. അതപ്പം നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. രാത്രി മുഴുവൻ വെച്ചിരുന്നതാണ്. അതപ്പം ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ കുപ്പിക്കകത്ത് ഇട്ട് വയ്ക്കാവേ. പൊട്ടുന്ന കുപ്പിയില്ലേ, അതിൽ പ്ലാസ്റ്റിക്കിലൊന്നും ഇടരുത്. അച്ചാറൊന്നും കുപ്പിയുള്ള അതിൽ ഇട്ട് വയ്ക്കണം. ഇത് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ചൂട് പോയിട്ട് അടച്ച് വെച്ചേക്കാവേ. അടച്ച് വെച്ച് എല്ലായിടത്തും നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.